നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആൻഡേഴ്സൺസ് മേറ്റ് എന്ന ചെക്ക്മേറ്റ് പാറ്റേണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം ആ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. പ്രധാനമായും കാസ്ലിംഗ് ചെയ്ത കിങ്ങിനെതിരെ ഒരു പോണും റൂക്കും ഉപയോഗിച്ചാണ് ഈ ചെക്ക്മേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് ഈ 7ാം നിരയിൽ നമ്മുടെ ഒരു പോൺ ഉണ്ടായിരിക്കണം. ആ പോണിന് സപ്പോർട്ടായിട്ട് ഏതെങ്കിലും ഒരു പീസ് കൂടെ കാണണം. കിങ് ആയാലും മതി. ഇനി ഒരു റൂക്കും കൂടെ ഉണ്ടെങ്കിൽ ചെക്ക്മേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ചെക്ക്മേറ്റ് നടപ്പിലാക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ബോർഡിൽ കാണിച്ചിട്ടുള്ളൂ. ഈ 2 സ്കോറിലേക്കും പോണിന് കൺട്രോൾ ഉണ്ട്, ഇവിടേക്ക് കിങ്ങിന് കൺട്രോൾ ഉണ്ട്. ഈ സമയത്ത് റൂക്ക് പോയി ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇവിടെ ഇപ്പോൾ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ കിങ്ങിന് വേണമെന്നില്ല, പകരം ഒരു പോണായാലും മതി. ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കിങ്ങിന് ഈ F7 സ്കോറിലേക്ക് മാറാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും ഒരു പീസ് ഉപയോഗിച്ച് ബ്ലോക്ക് വേണം. എതിരാളിയുടെ പോണായാലും മതി. ഇങ്ങനെ കിട്ടിയാലും റൂക്ക് ഉപയോഗിച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് ചെക്ക്മേറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന പൊസിഷൻ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് ചെക്ക്മേറ്റ് ചെയ്യാം. എന്നാൽ യഥാർത്ഥ ഗെയിമിൽ ഇതുപോലൊരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നത് അത്ര എളുപ്പമല്ല. ശരിക്കുള്ള ഗെയിമിൽ ഇതുപോലൊരു ചെക്ക്മേറ്റ് നടപ്പിലാക്കിയത് ഇതിഹാസ താരം അഡോൾഫ് ആൻഡേഴ്സൺ ആണ്. നമുക്ക് ആ ഗെയിം ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ പ്രധാനമായിട്ടും ഈ G7 പോണും ഈ റൂക്കുമാണ് നമ്മുടെ ഈ ചെക്ക്മേറ്റ് ആവശ്യമായിട്ടുള്ളത്. ആ പോണിനെ ഇപ്പോൾ പോൺ ഉപയോഗിച്ചാലും സപ്പോർട്ട് വേണമെന്നില്ല, വേറെ ഏതെങ്കിലും കരുക്കൾ ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്താലും മതി. അതുപോലെ കിങ്ങിന് രക്ഷപ്പെടാനുള്ള ഈ സ്ക്വയർ ബ്ലോക്കായി നിൽക്കുന്നത് എതിരാളിയുടെ പോൺ തന്നെ വേണമെന്നില്ല, നൈറ്റ് ഒഴികെയുള്ള വേറെ ഏത് പീസായാലും മതി. നമുക്കിനി ശരിക്കുള്ള ഗെയിമിലേക്ക് പോവാം. ഈ ഗെയിമിൽ ആൻഡേഴ്സൺ വൈറ്റ് സൈഡും സുക്കർട്ടോട്ടും ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു, ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4, ബിഷപ്പ് C5. ഇറ്റാലിയൻ ഗെയിമിൻ്റെ ഗ്യൂക്കോപ്പിയാന വേരിയേഷനാണ്. ഇവിടെ വൈറ്റിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ ആൻഡേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് പ്ലെയർ ആണ്. അദ്ദേഹം ഇവിടെ ഒരു ഗ്യാമ്പറ്റിലേക്ക് പോവുകയാണ്. B4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ ഗ്യാമ്പിറ്റ് ചെയ്യുന്നു. ഈ ഗ്യാമ്പിറ്റ് ഇവാൻസ് ഗ്യാമ്പിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് പോൺ എടുക്കുന്നു. ഈ സമയത്ത് വൈറ്റ് C3 മുതലുകൊണ്ട് ആ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം ക്വീൻ്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ A5ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റിന് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ക്വീനെ കൂടെ B3ലേക്ക് കൊണ്ടുവരാം. എന്നാൽ അതിനു മുമ്പായിട്ട് വൈറ്റ് ഇവിടെ സെൻറ്റർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് D4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ E5 പോണിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് അതും അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോൺ എടുക്കുന്നു. ഇപ്പോൾ ഈ C3 പോണിനെതിരെ 2 അറ്റാക്ക് വന്നിട്ടുണ്ട്. ആ പോണിന് നൈറ്റിൻ്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. വൈറ്റ് ഇപ്പോഴും ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, പകരം കാസ്ലിംഗ് ചെയ്തുകൊണ്ട് കിങ്ങിനെ സേഫ് ആക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോൺ ഔട്ടാണെങ്കിൽ ക്വീനെ B3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് F7 സ്കോറിലേക്ക് സ്ട്രോങ് ആയിട്ട് അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോൺ ഔട്ടുന്നില്ല, പകരം ബിഷപ്പിനെ B6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. എന്നാൽ ആ പോണിനെതിരെ ഇപ്പോൾ 3 അറ്റാക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റ് പോൺ ഔട്ട് എടുക്കുകയാണ്. പോൺ വെച്ച് പോൺ എടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് D6 ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് D5 ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഈ D5 ചെയ്തതോടെ വൈറ്റിൻ്റെ ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ആയിരിക്കുകയാണ്. മാത്രമല്ല വൈറ്റിൻ്റെ ആ ബിഷപ്പിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ബ്ലാക്കിന് അവസരം കിട്ടിയിരിക്കുകയാണ്. ബ്ലാക്ക് ഈ അറ്റാക്കുള്ള നൈറ്റിനെ A5ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം B3 സ്ക്വയറും കൺട്രോൾ ചെയ്യുന്നു. ഇതോടെ ക്വീൻ അങ്ങോട്ടേക്ക് വന്ന് ഈ ഡയഗണലിലേക്ക് അറ്റാക്ക് വരുന്നത് തടയാൻ കഴിയുന്നുണ്ട്. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പീസ് പിടിച്ച് സപ്പോർട്ട് കൊടുക്കാനോ ശ്രമിക്കുന്നില്ല. അടുത്ത ബിഷപ്പിനെ B2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് G7 സ്ക്വയറിലേക്ക് ഒരു അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് ബിഷപ്പിനിട്ടാണെങ്കിൽ ഈ G7 പോണും ഒരു റൂക്കും നഷ്ടപ്പെടും. ഇവിടെ നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നതാണ് മെയിൻ മൂവ്. എന്നാൽ സുക്കർട്ടോട്ട് ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നില്ല, പകരം E7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇതൊരു ട്രാപ്പാണ്. ഇപ്പോൾ വൈറ്റ് ബിഷപ്പ് വെച്ച് ഈ G7 പോൺ എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് റൂക്കിനെ G8ലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിനെതിരെ തിരിച്ചറ്റാക്ക് കൊടുക്കാം. ഇതോടെ ഒരേ സമയം വൈറ്റിൻ്റെ 2 ബിഷപ്പുകളും അറ്റാക്കിലാകുകയും ഇതിൽ ഒരു ബിഷപ്പ് വൈറ്റിന് നഷ്ടമാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ഈ G7 പോൺ എടുക്കുന്നില്ല, പകരം ഈ അറ്റാക്കുള്ള ബിഷപ്പിനെ D3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇവിടെ ഇനി വൈറ്റിന് ഒരു നൈറ്റോട് ഡെവലപ്പ് ചെയ്യാണ്ട് വൈറ്റ് ആ നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ G6ലേക്ക് കൊണ്ടുവന്ന് കിങ് സൈഡ് സ്ട്രോങ് ആക്കുന്നതോടൊപ്പം ക്വീൻ്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ആയിരിക്കുകയാണ്. വൈറ്റ് നൈറ്റിനെ E2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം അടുത്ത നൈറ്റിനെ കൂടെ കിങ്സിലേക്ക് കൊണ്ടുവരുന്നു.
ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ എൻ പാസിലൂടെ ആ പോൺ എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് നൈറ്റ് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ഈ സൈഡിലുള്ള നൈറ്റിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോൺ ഒട്ടുന്നില്ല. പകരം ക്വീനെ D2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് A5 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റിൻ്റെ ടാർഗറ്റ് ഈ നൈറ്റ് അല്ല. ഇനി ക്വീൻ C3ലേക്ക് വരുമ്പോൾ ഈ അറ്റാക്ക് വളരെ സ്ട്രോങ് ആവും. അതുകൊണ്ട് ബ്ലാക്ക് അഡ്വാൻസ് ആയിട്ട് ആ ഡയഗണൽ ക്ലോസ് ചെയ്യാണ്. F6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് വ്യക്തമായൊരു പ്ലാനോടുകൂടിയാണ് അടുത്ത മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബിഷപ്പിൻ്റെ ഡയഗണലാണ് വൈറ്റിൻ്റെ കിങ് ഉള്ളത്. വൈറ്റ് അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ അവിടെ നിന്ന് മാറ്റാണ്. കിങ്ങിനെ H1ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ മൂവിന് പിന്നിൽ രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തത് ഈ ഡയഗണലിൽ നിന്ന് ഇപ്പോൾ കിങ് ഒഴിവായിട്ടുണ്ട്. മാത്രമല്ല ആവശ്യം വരികയാണെങ്കിൽ റൂക്കിനെയും അങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇവിടെ വൈറ്റ് കിങ് സെല്ലിലേക്ക് ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ബ്ലാക്ക് ക്വീൻ സെല്ലിലേക്കാണ് അറ്റാക്കിന് ശ്രമിക്കുന്നത്. ആദ്യം ബിഷപ്പിനെ C7ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് അടുത്ത റൂക്കിനെ കൂടെ C1ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് റൂക്കിനെ B8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ എല്ലാ പീസുകളും നല്ലോണം ഡെവലപ്പ് ആയിട്ടുണ്ട്. വൈറ്റ് നൈറ്റ് വെച്ച് കിങ് സെല്ലിലേക്ക് ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യുകയാണ്. അതിനായിട്ട് ആദ്യം നൈറ്റിനെ G3ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ ഒരു നൈറ്റ് ഗെയിമിലേക്ക് വരാൻ കഴിയാതെ പൂർണ്ണമായും കുടുങ്ങി കിടക്കുകയാണ്. ആ നൈറ്റിനെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് ബ്ലാക്ക് ഇവിടെ ബി പോണിനെ മുന്നോട്ടുണ്ടായാണ്. B5 ചെയ്തുകൊണ്ട് നൈറ്റിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുന്നതോടൊപ്പം C4 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് പ്ലാൻ ചെയ്ത പോലെ തന്നെ നൈറ്റിനെ മുന്നോട്ട് കൊണ്ടുവരികയാണ്. നൈറ്റിനെ F5ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടാണെങ്കിൽ വൈറ്റ് പോൺ വെച്ച് തിരിച്ചുവിട്ടുമ്പോൾ അടുത്ത നൈറ്റിനെതിരെ അറ്റാക്ക് വരും. അല്ലാതെ A5ലെ നൈറ്റിനെ ഇപ്പോൾ B7ലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ B5ലെ പോണിന് സപ്പോർട്ടില്ലാതാകുകയും ആ പോൺ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യം ആ പോണിനെ സേഫ് ആക്കുകയാണ്. B4 മൂവ് കൊണ്ട് പോണിനെ സേഫ് ആക്കുന്നു. ഇവിടെ വൈറ്റ് ബ്ലാക്ക് ഇവിടെ ക്വീൻ സെല്ലിലേക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തടയാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. കിങ് സെല്ലിലേക്ക് തന്നെ ടാർഗറ്റ് ചെയ്യാണ്. റൂക്കിനെ G1ലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ ബ്ലാക്ക് പ്ലാനിലൊരു ചേഞ്ച് വരുത്താണ്. ബിഷപ്പിനെ B6ലേക്ക് കൊണ്ടുവന്ന് ഈ ഡയഗണിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇപ്പോഴും വൈറ്റ് ഇത് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഈ G5 ഓപ്പൺ ചെയ്യാൻ തന്നെ ശ്രമിക്കുകയാണ്. G4 മൂവ് ചെയ്യുന്നു. ഇനി വൈറ്റിൻ്റെ ഈ നൈറ്റ് ഇവിടെ ഉള്ളത് അപകടമാണ്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ആ നൈറ്റിനോട് എടുക്കുകയാണെങ്കിൽ വൈറ്റിനെ G4 ഉപയോഗിച്ച് തിരിച്ചുവിട്ടാൻ പറ്റും. അതോടെ ഈ നൈറ്റിനെതിരെ അറ്റാക്കും ഈ G5 ഓപ്പൺ ആവുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അഡ്വാൻസ്ഡ് ഈ നൈറ്റിനോട് മാറ്റാണ്. നൈറ്റിനെ E5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് എമ്പോൾ വേണമെങ്കിൽ നൈറ്റ് ഉപയോഗിച്ച് തിരിച്ചുവിട്ടാം. എന്നാൽ നൈറ്റ് ഉപയോഗിച്ച് ഒട്ടുന്നില്ല. ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടൊന്നും ബ്ലാക്ക് പോൺ ഉപയോഗിച്ച് തിരിച്ചുവിട്ടുന്നു. ഇവിടെ വൈറ്റ് അടുത്ത റൂക്കിനെ കൂടെ G5ലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് G1ലെ റൂക്കിനെ G3ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് റൂക്കിനെ F7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് C7ലെ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് G5 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ E4ലെ പോൺ ഒരേ സമയം രണ്ട് പീസുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടൊന്നു വൈറ്റ് പോൺ വെച്ച് തിരിച്ചുവിട്ടുന്നു. അതിനുശേഷം ക്വീൻ വെച്ച് D5ലെ പോൺ എടുത്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെയും ബിഷപ്പിനെയും പിൻ ചെയ്യുന്നു. ഇനി റൂക്കിനെ കൂടെ D8ലേക്ക് കൊണ്ടുവന്ന് ഈ പിൻ സ്ട്രോങ് ആക്കുക എന്നതാണ് ബ്ലാക്കിൻ്റെ പ്ലാൻ. എന്നാൽ വൈറ്റ് ഇപ്പോഴും അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം പോൺ ഉപയോഗിച്ച് പോൺ എടുക്കുന്നു. ഇപ്പോൾ ഈ G7ലെ പോണിന് റൂക്കിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ബ്ലാക്ക് പ്ലാൻ ചെയ്ത അറ്റാക്ക് വരെ മുന്നോട്ട് പോയാണ്. റൂക്കിനെ D8ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെയുള്ള പിന്ന് സ്ട്രോങ് ആക്കുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോഴും ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് റൂക്കിനെ D1ലേക്ക് കൊണ്ടുവരുന്നില്ല. പകരം റൂക്കിനെ G1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ രണ്ട് റൂക്കുകളും G5ലേക്ക് സ്ട്രോങ് ആയിട്ട് കൺട്രോൾ ഉള്ളതുകൊണ്ട് ബ്ലാക്ക് കിങ്ങിനെ ആ G5ൽ നിന്ന് മാറ്റാണ്. കിങ്ങിനെ H8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് പോൺ വെച്ച് പോൺ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ G8ലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവരുന്നു. ഇപ്പോൾ കിങ്ങിനെ തിരിച്ചുകൊണ്ടുവരുന്നതിന് പകരം ഈ റൂക്ക് വെച്ച് പോൺ എടുക്കുകയാണെങ്കിൽ വൈറ്റിനും റൂക്ക് വെച്ച് റൂക്കിനോട്ട് എടുക്കാം. ഇവിടെ ഇപ്പോൾ ക്വീൻ വെച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. റൂക്ക് വെച്ച് തന്നെ ആ ചെക്ക് ബ്ലോക്ക് ചെയ്യാം. ഇനി വൈറ്റിന് ക്വീനെ കൂടെ G5ലോ അല്ലെങ്കിൽ H6ലേക്ക് കൊണ്ടുവന്ന ശേഷം വളരെ വേഗത്തിൽ വിജയിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ പോൺ വെച്ച് ചെക്ക് വന്നപ്പോൾ റൂക്ക് വെച്ച് വെട്ടുന്നതിന് പകരം കിങ്ങിനെ G8ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നത്. ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു സ്ട്രോങ് മൂവ് വരെയാണ്. ക്വീനിനെ H6ലേക്ക് കൊണ്ടുവരുന്നു. ഈ മൂവിന് പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് ബ്ലാക്കിന് ശരിക്കും മനസ്സിലായില്ല. ബ്ലാക്ക് എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ ബിഷപ്പ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. ക്വീനെ D6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു.
എന്നാൽ വൈറ്റിൻ്റെ അടുത്ത മൂവോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പൗസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നമ്മൾ വീഡിയോയുടെ ആദ്യം കണ്ട ആ ചെക്ക്മേറ്റ് പാറ്റേൺ നടപ്പിലാക്കുന്നതിനുള്ള സാഹചര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പാറ്റേൺ മനസ്സിൽ വെച്ചിട്ട് നല്ലോണം ആലോചിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ F6 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ഇങ്ങനെയൊരു ചെക്ക്മേറ്റാണ് ശ്രമിക്കുന്നതെങ്കിൽ ബ്ലാക്കിന് ക്വീൻ വെച്ച് ആ ബിഷപ്പിനെ എടുത്തുകൊണ്ട് ആ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയും. എന്നാൽ അങ്ങനൊരു അവസരം വൈറ്റ് ബ്ലാക്കിന് കൊടുക്കുന്നില്ല. ഇവിടെ ഒരു ഫോഴ്സ്ഡ് മേറ്റ് കിട്ടുന്നതിന് വേണ്ടി വൈറ്റ് ഇവിടെ ഒരു സാക്രിഫൈസ് ആണ് ചെയ്യുന്നത്. ക്വീന് വെച്ച് H7 പോയിന്റ് എടുത്തുകൊണ്ട് ക്വീനിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താൽ വേറെ വഴിയില്ല. കിങ് വെച്ച് ക്വീനിന് എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ റുക്ക് വെച്ച് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ക്വീന് വെച്ച് ബ്ലോക്ക് ചെയ്യാനുള്ള അവസരം കിട്ടും. F6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പ് വെച്ച് ഡിസ്കവർ ചെക്ക് കൊടുക്കുന്നു. ഇതൊരു ബിഷപ്പ് സാക്രിഫൈസ് ആണ്. ബ്ലാക്ക് ഇപ്പോൾ ആ ബിഷപ്പ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ റൂക്കിനെ H3 കൊണ്ടും ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, G8 മാറേണ്ടി വരും. ഈ സമയത്ത് റൂക്കിനെ H3 കൊണ്ടൊന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ചെക്ക് മേറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ഡിസ്കവർ ചെക്ക് വരുമ്പോൾ ബിഷപ്പ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം കിങ് H6 വരുന്നതെങ്കിൽ റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. അല്ലാതെ കിങ്ങിനെ G8 മൂവ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും 3 മൂവിൽ ചെക്ക് മേറ്റ് ആവും. നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയാത്തവർ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം 3 മൂവിലെ ചെക്ക് മേറ്റ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ 3 മൂവ് വേണ്ട, 2 മൂവിൽ തന്നെ ചെക്ക് മേറ്റ് ആണെന്ന് കരുതി ആദ്യം തന്നെ റൂക്കിനെ H3 കൊണ്ടുവരികയാണെങ്കിൽ അതോടെ വൈറ്റിനുണ്ടായിരുന്ന എല്ലാ അഡ്വാൻറ്റേജും നഷ്ടമാവുകയും ബ്ലാക്കിന് ശക്തമായിട്ട് ഗെയിമിലേക്ക് വരാൻ അവസരം കിട്ടുകയും ചെയ്യും. കാരണം ഇപ്പോൾ നിലവിൽ ചെക്കില്ല. അതുകൊണ്ട് തന്നെ ബ്ലാക്കിനിവിടെ ഒരു മൂവ് ഫോഴ്സ്ഡ് മൂവ് അല്ലാതെ കിട്ടും. ഈ സമയത്ത് റൂക്ക് വെച്ച് F6 പോയിന്റ് എടുത്തുകൊണ്ട് കിങ്ങിന് മൂവിയുള്ള സ്പേസ് ഉണ്ടാക്കാം. ഇപ്പോൾ റൂക്ക് വെച്ച് ചെക്ക് വന്നാലും ചെക്ക് മേറ്റ് അല്ല, കിങ്ങിന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ പെട്ടെന്നൊരു മേറ്റിനുള്ള സാധ്യതയില്ല. ബ്ലാക്കിന് എക്സ്ട്രാ പീസുകളുള്ളതുകൊണ്ട് ഇനി ശക്തമായിട്ട് തന്നെ ഗെയിമിലേക്ക് തിരിച്ചു വരാൻ അവസരം കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ റൂക്കിനെ നേരിട്ട് H3 കൊണ്ടുവരുന്നത് നല്ല മൂവല്ല. അതുകൊണ്ട് ഒരു ഫോഴ്സ്ഡ് മൂവ് കൊടുക്കുന്നതിനായിട്ട് ഇവിടെ ഒരു സാക്രിഫൈസ് കൂടെ ചെയ്യേണ്ടി വരും. ബിഷപ്പിനെ H7 കൊണ്ടൊന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ആ ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാം. അതും ഒരു ഫോഴ്സ്ഡ് മൂവാണ്. ഇപ്പോൾ വേറെ അങ്ങോട്ടേക്ക് മാറാൻ പറ്റില്ല, അതും അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുകയും കിങ് G8 മാറുമ്പോൾ റൂക്കിനെ H8 കൊണ്ടൊന്ന് ചെക്ക് കൊടുത്ത് ചെക്ക് മേറ്റ് ചെയ്യുകയും ചെയ്യുക. വളരെ രസകരമായിട്ടുള്ളൊരു ചെക്ക് മേറ്റ് തന്നെയായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.